നോക്കാം വിശദമായി തന്നെ. എഴുതി കുടുങ്ങി സഖാവി പി. ആത്മകഥാ വിവാദത്തിനിടെ ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി ഇ.പി. വോട്ട് തേടും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിലാണ് ഇ.പി. പങ്കെടുക്കുക. പാലക്കാട് LDFന്റെ ജയം ഉറപ്പെന്ന കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് തിരിക്കും മുൻപ് ഇ.പി. പ്രതികരിച്ചു. ആദ്യം ഇ.പിയുടെ വാക്കുകൾ. ആരെന്ത് ശ്രമിച്ചാലും CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതൊന്നും പ്രസക്തമായ ചോദ്യമല്ല. നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഞാൻ അവിടെ പറയുന്നുണ്ട് പത്രക്കാരോട്. എല്ലാവരും രാവിലെ കാണും. താരപ്രചാരകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതാദ്യമായാണ് ഇ.പി. മണ്ഡലത്തിലെത്തുന്നത്. ആത്മകഥാ വിവാദത്തിന് പിന്നാലെ അടിയന്തരമായി പാലക്കാടെത്താൻ പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് വിവരം. UDF-നായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് റോഡ് ഷോ നടത്തും. BJPയുടെ മുതിർന്ന നേതാക്കൾ എല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. G. ശ്രീജിത്ത് നൽകും പാലക്കാട് നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും പോളിംഗ് ദിവസം CPM-ന് ഇ.പി. നൽകിയ കനത്ത പ്രഹരമായിരുന്നു ഇന്നലത്തെ പുസ്തക വിവാദം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന പുസ്തകത്തിലെ പരാമർശമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടിയായതെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മുഖം രക്ഷിക്കാനാണോ ഇന്ന് പാലക്കാടേക്ക് എത്തുന്നത് ഇ.പി. എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് കാരണം അതിങ്ങനെയാണ്. ഇന്നലെ ഇ.പി. പറഞ്ഞത്, പ്രധാനമായും സരിത്തിനെ കുറിച്ച് പറഞ്ഞത് അതിങ്ങനെയായിരുന്നു. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്, മറുകണ്ഠം ചാടി എന്നതാണ് പ്രധാനമായും സരിത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണോ പാലക്കാട്ടേക്കുള്ള വരവ്? അങ്ങനെ സംശയിക്കുന്നവരുമുണ്ട് ഭവ്യ. കാരണം അസ്വാഭാവികം. കാരണം ഇതുവരെ താര പ്രചാരകരുടെ പട്ടികയിലുണ്ടായിരുന്ന ഇ.പി.ക്ക് പാലക്കാട് ഒരു പരിപാടിയും തീരുമാനിച്ചിരുന്നില്ല. പാലക്കാടേക്ക് എന്ന് ഇ.പി. വരും എന്നുള്ള തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ അത്തരം അറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നലെ ഒരു വിവാദമുണ്ടായതിന് തൊട്ട് പിന്നാലെ ഇ.പി. ഇവിടേക്ക് വളരെ പെട്ടെന്ന് എത്തുമ്പോൾ സ്വാഭാവികമായുള്ള സംശയം അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ ചോദിച്ച പോലെ ഇ.പി. ആണോ ഈ പാർട്ടിക്ക് അടികൊടുത്തത്, തെരഞ്ഞെടുപ്പിൽ അടികൊടുത്തത്, അതോ UDF-ന്റെ ഒരു ഗൂഢാലോചന ഇതിലുണ്ടോ? ആ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് CPM ഇന്ന് ചെയ്യുന്നത് എന്നാണ് നമുക്ക് രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ കാണാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥി സരിൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വി.ഡി. സതീശന്റെ ഗൂഢാലോചനയാണ്. അതായത് ഈ പുസ്തക പ്രസാധകരുമായി ചേർന്നുകൊണ്ട് വി.ഡി. സതീശൻ നടത്തിയ ഗൂഢാലോചനയാണ്. അങ്ങനെയാണ് ഈ ഒരു വിവാദം തുടങ്ങുന്നത് എന്ന മറുപടിയാണ് CPM നടത്തുന്നത്. എന്തായാലും യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഇ.പി.യുടെ ഒരു വരവ് പാലക്കാട്ടേക്ക് ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് 10:30-11 മണിയോടുകൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇ.പി. ഇറങ്ങുക. അതിനുശേഷം കാർ മാർഗം പാലക്കാട്ടേക്ക് വരും. ഒരുപക്ഷെ ഷൊർണൂരിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ പാലക്കാട് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വൈകുന്നേരമാണ് ഇ.പി.യുടെ പരിപാടിയുള്ളത്. സരിനെതിരെ പുസ്തകത്തിൽ നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ തന്നെ കണ്ടപ്പോൾ അദ്ദേഹം സരിൻ അവിടെ ജയിക്കും എന്ന് കൃത്യമായി പറയുകയാണ്. എന്തായാലും വൈകാതെ സരിന്റെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമാക്കാനാകും എന്ന് തന്നെയാണ്. അതാണ് ശ്രീജിത്ത്, ഇരുട്ടി വെളുക്കും മുൻപ് സരിൻ മറുകണ്ഠം ചാടി എന്നാണ് പ്രധാനമായും ഇ.പി. ഇന്നലെ പുസ്തകത്തിൽ പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം പറയുന്നു അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇരുട്ടി വെളുക്കും മുൻപ് മറുകണ്ഠം ചാടി എന്നുള്ളതാണ് പുസ്തകത്തിലെ വാചകം. അതിങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം പറയുന്നു, അല്പസമയം മുൻപ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു വിജയിച്ചിരിക്കും പാലക്കാട് ഇടതുമുന്നണി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല എന്ന് പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായും ഇന്ന് എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധേയമല്ലേ ശ്രീജിത്ത്? ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഒന്നാമത് തന്റേതല്ലാത്ത വരികളാണ് ഈ പുറത്ത് പ്രചരിക്കപ്പെട്ടതെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതൊരു ആത്മകഥയല്ല എന്ന് ഇ.പി. ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല ഇന്നലെ തന്നെ നിയമ നടപടികളിലേക്ക് കടന്നു. ഒന്ന് വക്കീൽ നോട്ടീസ് അയക്കുന്നു. അതിനു മുൻപ് DGPക്ക് പരാതി നൽകി പോലീസ് അന്വേഷണവും നടത്താൻ ആവശ്യപ്പെടുന്നു. അവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ പ്രസാധകരുടെ പേര് പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതൊരു തെരഞ്ഞെടുപ്പ് കാല സ്റ്റണ്ടായി പരാതിയൊക്കെ അവസാനിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. നേരത്തെ തന്നെയും
ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെതിരെയൊക്കെ നേരത്തെ പരാതി നൽകിയിരുന്നതാണ്. പക്ഷെ അതിലും ഒരു കാര്യമായ തുടരന്വേഷണം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു ആത്മാർത്ഥമായ തുടരന്വേഷണത്തിലേക്ക് പോയില്ലെങ്കിൽ EP എടുക്കുന്ന നിലപാടുകളടക്കം ഫലത്തിൽ ചോദ്യം ചെയ്യപ്പെടും. എന്തായാലും EPയെ ഇന്ന് തന്നെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് മുഖത്ത് കൊണ്ടുവന്ന് ഈ സരിനെതിരെ അദ്ദേഹം പറഞ്ഞതായി പ്രചരിക്കുന്ന വാചകങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു. ഇനി നേരിട്ടെത്തുമ്പോഴും EP ഒരുപക്ഷെ പൂർണ്ണമായും ഒരു ഇടത് ലൈനിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന രീതിയായിരിക്കും ഉണ്ടാകുക എന്നത് ഇന്നത്തെ രാവിലത്തെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി സരിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇതൊരു VD സതീശന്റെ ഗൂഢാലോചനയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആരോപിക്കുമോ എന്നതൊക്കെ പ്രസക്തമാണ്. എന്തായാലും EPയുടെ വരവ് തന്നെയാണ് ഇന്നത്തെ പാലക്കാടൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും UDFും ഒപ്പം തന്നെ BJPയും ഒക്കെയും ഇത് ആയുധമാക്കുകയും ചെയ്യും. EP പറഞ്ഞതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന നിലയിലാണ് ഇന്നലെ BJPയും ഒപ്പം തന്നെ ഇപ്പുറത്ത് UDFും ഒക്കെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് EPയുടെ ഇന്നത്തെ വരവ്, ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് ഇന്ന് പല തരത്തിൽ ചർച്ചയാകുന്ന കാര്യത്തിൽ തീർച്ചയായും ശ്രീജിത്ത് ഒരു കാര്യം കൂടി, ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും മറ്റ് ഇടത് ക്യാമ്പുകൾ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല, അതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഈ മുഖം രക്ഷിക്കുന്ന എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനമായും ഈ 20-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ കൂടി ഇടതു മുന്നണിയിലുണ്ടോ? അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ EPയെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നത്? അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ നമുക്ക് ശ്രീജിത്ത്? ഭവ്യ, സ്വാഭാവികമായും അത്തരം സാധ്യതകൾ അവർ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളെ മറികടക്കാൻ, അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ വരവ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. മാത്രവുമല്ല, ഇത് കേവലം ഇന്നലെ വന്നൊരു ആത്മകഥാ പുസ്തക വിവാദം എന്ന നിലയിലല്ല UDFും BJPയും ഒക്കെ ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകം തന്നെ CPMൽ ഉള്ള പലതരം അസ്വാരസ്യങ്ങളാണ്. അത് മറനീക്കി പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവർത്തകർക്കിടയിലടക്കം അത്തരം പല വികാരങ്ങളുമുണ്ട്, പല ചേരികളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF ഒക്കെ ഈ ഒരു അവസരം മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനെ മറികടക്കുക എന്ന തന്ത്രം എന്തായാലും ഇപ്പോൾ CPM നടത്തുന്നു. അത് EP എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു, ഇനിയുള്ള ദിവസങ്ങളിലും EPയുടെ പ്രചരണ പരിപാടികൾ ഇവിടെ ഉണ്ടാകുമോ എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, EP ഇന്ന് വരികയും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുകയും ചെയ്യുന്നത് എന്നതനുസരിച്ചായിരിക്കും തുടർ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുക. ഭവ്യ, വളരെ വ്യക്തമാണ്. ശ്രീജിത്താണ് വിശദ വിവരങ്ങൾ പാലക്കാട് നിന്നും പങ്കുവച്ചത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദം CPM പരിശോധിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാകും വിഷയം ചർച്ച ചെയ്യുക. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP പങ്കെടുക്കും. VV അരുൺ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ നമ്മൾ ഈ വിഷയത്തിൽ MP ഗോവിന്ദൻ അടക്കം പ്രതികരണം കേട്ടതാണ്. EP പറഞ്ഞതിൽ അപ്പുറത്തേക്ക് തങ്ങൾക്കൊന്നും പറയാനില്ല. EP പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നതാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത്. പക്ഷെ അപ്പോൾ പോലും അരുൺ, ഈ ബാല്യകാലം മുതലുള്ള കാര്യങ്ങളടക്കം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ചിത്രങ്ങൾ സഹിതം രേഖപ്പെടുത്തി ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം താൻ അറിയാതെയാണെന്നുള്ള EPയുടെ ന്യായം അല്ലെങ്കിൽ EPയുടെ വിശദീകരണം, അത് അത്രമാത്രം അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ പാർട്ടി? അങ്ങനെ നമ്മൾ മനസ്സിലാക്കണമോ? പ്രധാനമായും നാളെ സെക്രട്ടറി അടക്കം ചേരുമ്പോൾ വലിയ ചർച്ചയാകില്ലേ ഈ വിഷയം? ഭവ്യ, EP ജയരാജൻ ഇന്നലെ രാത്രി നമ്മളോട് സംസാരിച്ചിരുന്നു. നമ്മുടെ രാത്രി 7 മണി ചർച്ചയുടെ സമയത്ത് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും നമ്മൾ അദ്ദേഹത്തിന് വിശദീകരണമായി കൊടുക്കുകയും ചെയ്ത വാർത്ത ഇപ്രകാരമാണ്. അത് ഈ പുസ്തകം എന്റേതല്ല, ഈ ആത്മകഥ എന്റേതല്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പലതവണ അദ്ദേഹം മാധ്യമങ്ങളുമായി കണ്ടു. അപ്പോഴൊക്കെ വന്ന വാർത്തകളിലെ ഒരു വിശദീകരണം അദ്ദേഹം നടത്തിയത്, ഈ പുസ്തകം ആത്മകഥ എന്റേതാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിലെ ഭൂരിഭാഗം കാര്യങ്ങളും എന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതു തന്നെയാണ്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഞാൻ അറിയാത്തതും എഴുതാത്തതുമായ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അതാണ് എന്റെ ആർഗ്യുമെന്റ്. അതേപ്പറ്റി വേണം അന്വേഷിക്കേണ്ടത്. അതാണ് ഞാൻ പരാതി നൽകിയത്. അതായത് ഈ പുസ്തകത്തിലെ തന്റെ ബാല്യം, പാർട്ടി പ്രവർത്തന തുടക്കം, സമരകാലം, അതുപോലെ നേതാക്കളുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഭാഗം താൻ എഴുതി തന്നെയാണ് EP ചെയ്യാൻ സമ്മതിക്കുന്നു. അത് എങ്ങനെ പുറത്തുപോയി എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. മറ്റൊന്ന്, ഈ ഇടതുമുന്നണിയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സരിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ താൻ അറിയാത്തതോ പറയാത്തതോ ആണ്. അതെങ്ങനെ വന്നു എന്ന കാര്യത്തിലാണ് ഗൂഢാലോചന ഉണ്ടെന്ന് EP ജയരാജൻ ആരോപിക്കുന്നത്. അതിനാണ് അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഏതായാലും EP കാര്യങ്ങൾ ഒരിക്കൽ കൂടി വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഷൊർണൂരിൽ എത്തിച്ചേരും. കണ്ണൂരിൽ നിന്ന് ഷൊർണൂരിൽ എത്തിച്ചേരും. അതിനുശേഷം പാലക്കാട് മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. വാർത്താസമ്മേളനം നടത്താൻ ഉള്ള തീരുമാനമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ കൂടുതൽ കാര്യങ്ങൾ EP ജയരാജൻ വിശദീകരിക്കും.
EP പറയുന്ന ഒരു പൊരുത്തക്കേടുള്ളത് ഇങ്ങനെ താൻ ആർക്കും ഈ പുസ്തകം പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാനോ ഉള്ള അനുമതി കരാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആ കരാർ നൽകാതെ അതിനുള്ള പ്രൂഫ് കോപ്പി പോലും ആർക്കും കൈമാറിയിട്ടില്ല. അതിലൊരു അവ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അതിലൊരു വിശ്വാസ്യത കുറവുണ്ട്. കാരണം എങ്ങനെയാണ് EP ജയരാജൻ എഴുതിയ ഒരു പുസ്തകം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ പകർത്തി എഴുതുകയോ ഒക്കെ ചെയ്ത ഒരു പുസ്തകത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ആത്മകഥയുടെ ഭാഗം എങ്ങനെയാണ് DC ബുക്സിന്റെ കയ്യിലെത്തിയത്? അത് EP-യോ അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവരോ നൽകാതെ DC ബുക്സിൽ ലഭിക്കാൻ ഇടയില്ല. DC ബുക്സിൽ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർത്തോ? ആ ചേർത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ സ്വാഭാവികമായും EP-യും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഉയർത്തുന്നത്. EP പറയാത്ത കാര്യങ്ങൾ, EP എഴുതാത്ത കാര്യങ്ങൾ ഈ പുസ്തകത്തിന്റെ രൂപം മാത്രമാണ്, അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിന്റെ പേര് അത് കട്ടൻ ചായയും പരിപ്പുവടയും EP ജയരാജനെ കളിയാക്കാൻ എതിരാളികളും അതുപോലെ തന്നെ മാധ്യമങ്ങളിലെ സത്യാർ പരിപാടികളിലുമൊക്കെ ആക്ഷേപഹാസ്യ പരിപാടികളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന EP ജയരാജന്റെ. കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും കാലം കഴിഞ്ഞു, അത് കഴിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞു എന്ന EP ജയരാജന്റെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ഒരിക്കലും ആ പുസ്തകത്തിന് താൻ എങ്ങനെ തന്നെ കളിയാക്കാൻ ഒരു പേരിടുമോ എന്ന ചോദ്യമാണ് EP ഉയർത്തുന്നത്. മാത്രമല്ല, അതിന്റെ കവർ പേജ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല, അതിന്റെ മുഖവുര എഴുതിയിട്ടില്ല, അതിന്റെ കൺക്ലൂഷൻ ആയിട്ടില്ല. ഇനിയും 100 പേജുകൾ അതിൽ എഴുതാനുമുണ്ട്, അല്ലെങ്കിൽ അത് വിവിധ ഘട്ടങ്ങളിലുമാണ്. അങ്ങനെ ഒരു പൂർത്തിയാകാത്ത ഒരു പുസ്തകത്തിന്റെ ഭാഗം എങ്ങനെ DC ബുക്സിൽ കിട്ടി? തന്റെ അറിവില്ലാതെ എങ്ങനെ ഈ പുസ്തകം പുറത്തുവിട്ടു? ഇതാണ് EP ജയരാജൻ ചോദിക്കുന്ന ചോദ്യം. പാർട്ടിയോടും അദ്ദേഹം വിശദീകരിക്കാൻ പോകുക സ്വാഭാവികമായും ഈ നിലപാട് തന്നെയായിരിക്കും. താൻ പുസ്തകം എഴുതി തുടങ്ങിയെന്നുള്ള വസ്തുതയാണ്, പക്ഷേ ഇതിൽ വന്ന പല കാര്യങ്ങളും താൻ അറിയാതെ ഉള്ളതാണ്, തന്റെ നിലപാടല്ല എന്ന വിശദീകരണമാകും EP ജയരാജൻ നൽകുക. ഇന്ന് അദ്ദേഹം പാലക്കാടും അദ്ദേഹം നാളെ തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിനകം അദ്ദേഹം പങ്കെടുക്കും. സ്വാഭാവികമായും ഇക്കാര്യം അവിടെ ഇത് വിശദീകരിക്കാൻ EP നിർബന്ധിതമാകും. പക്ഷേ പാർട്ടി ഈ സമയത്ത് അദ്ദേഹത്തിന് ഇതിനെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഇത് വലിയ വിവാദമായി ചർച്ച ചെയ്യാനോ CPM ആഗ്രഹിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിനുശേഷം ഈ വിഷയത്തിൽ വിശദമായ ചർച്ച CPM ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും. എന്തായാലും BJP നേതാവിനെ കണ്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെളിപ്പെടുത്തി പാർട്ടിയെ വെട്ടിലാക്കിയ EP സമാന പ്രതിസന്ധി സൃഷ്ടിച്ചതോടുകൂടി ഈ വിഷയം കൂടുതൽ ഗൌരവത്തിൽ പാർട്ടി എടുക്കുമോ എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. നാളെ എന്തായാലും അക്കാര്യത്തിലൂടെ തീരുമാനമാകും. അതോടൊപ്പം ഇന്ന് പാലക്കാട് EP വരുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും മാധ്യമങ്ങളോടൊപ്പം സംസാരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോവുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. VV അരുണാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി അരുൺ. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുക സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും. കഴിഞ്ഞ ദിവസം DGPക്ക് ജയരാജന്റെ പരാതി ലഭിച്ചെങ്കിലും കേസെടുത്തിട്ടില്ല. DC ബുക്സിന്റേതായാണ് ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തുവന്നത്. എന്നാൽ പരാതിയിൽ DC ബുക്സിനെ കുറിച്ച് പരാമർശിച്ചിട്ടുമില്ല. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് ജയരാജന്റെ വാദം. തെരഞ്ഞെടുപ്പ് ആവേശം ഇനി പാലക്കാടാണ്. വയനാട്ടിലും ചേലക്കരയിലും ഫലമറിയാനുള്ള കാത്തിരിപ്പും. പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശം ഉയരുന്നതിനൊപ്പം ഉത്സവാവേശവും ഉയരെയാണ്. കൽപ്പാത്തിയിലെ പ്രശസ്തമായ തേരുത്സവമാണ് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിനൊപ്പമുള്ളത്. അവിടെയും വിവാദമാണ്. അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ചൂടുപിടിപ്പിക്കുന്നത്. തേരുവലിക്കാൻ ചെരുപ്പിട്ടതിനെക്കുറിച്ച് ചൊല്ലിയുള്ള വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും. വിവാദങ്ങളിലല്ല പാലക്കാട്ടെ UDF-ന്റെ ശ്രദ്ധയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. EP ജയരാജൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും വരട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. രഥം വലിച്ചപ്പോൾ ആരെങ്കിലും ചെരുപ്പിട്ടോ എന്ന് കണ്ടിട്ടില്ല. വിഷം ചികയുന്ന പരിപാടി BJP നിർത്തണമെന്നും രാഹുൽ ന്യൂസ് 18നോട്. രാവിലെ രാഹുൽ വീട് കയറിയുള്ള പ്രചരണത്തിലാണ് EP എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. നല്ലതല്ലേ? എല്ലാ നേതാക്കന്മാരും വരട്ടെ. ഇനിയിപ്പോൾ 13-ാം തീയതി കഴിയുമ്പോൾ എല്ലാ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തണമല്ലോ. അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. EP ഇന്നലെ ഒരു വിവാദശേഷം ഇന്നിങ്ങനെ വരുമ്പോൾ ഞാൻ തുടക്കം തൊട്ടേ ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് പത്രസമ്മേളനങ്ങൾ, പ്രസ്താവനകൾ, കോൺഗ്രസിന്റെ UDF-ന്റെ ഒക്കെ മാറിയുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്താൻ വരുന്ന ദിവസം ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും വിവാദത്തിൽ പിടിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. കാരണം വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയം കേട്ടോ. വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്നത് വികസനവും അവരുടെ പ്രശ്നങ്ങളുമാണ്. ഞങ്ങൾ ആ വിഷയത്തിലല്ല. ഇപ്പൊ നോക്കൂ, BJPക്കകത്ത് എന്തെല്ലാം പൊട്ടിത്തെറികളുണ്ടായി, CPM-നകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ അതെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അതിൽ ക്യാരീഡ് ആകുന്നില്ല. ഞങ്ങൾ ക്യാരീഡ് ആകുന്ന അത്രയും ജനങ്ങളുടെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനങ്ങളും മാത്രമുള്ള കാര്യങ്ങളാണ്. വേറെ ഒന്നിലും ഫോക്കസ് ഇല്ല. ഇതുവരെ വേറൊരു വ്യക്തി അധിക്ഷേപങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. അവരൊക്കെ അതിന്റെ എക്സ്ട്രീമിൽ പോയി. ജനം അതും വിലയിരുത്തട്ടെ. ഈ വയനാട് ചേലക്കരയ്ക്ക് പോളിംഗ് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു കുറയുമോ? അത്തരം ചർച്ചകൾ ചേലക്കരയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPM പോക്കറ്റുകളിൽ ഭയങ്കരമായിട്ട്
വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു ആന്റി ഇൻക്യുമെൻസ്. അപ്പം ചിഹ്നത്തിൽ തന്നെ കുത്തിശീലിച്ച ആളുകളുണ്ട്. ആ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവിടെ ഒരു വലിയ ഏകപക്ഷീയമായ മത്സരമാണല്ലോ വയനാട്ടിൽ. പാലക്കാട് പോളിംഗ് കുറയില്ല. കാരണം പാലക്കാട് മതേതര വിശ്വാസികളെല്ലാം ഇറങ്ങി നിന്നു. ഈ ബി ജെ പിയുടെ ഒരു പ്രചരണമല്ലേ തേര് നമുക്ക് ചെരുപ്പിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ മറുപടി? അങ്ങനെ എന്താ പറയാ, ഈ ഇല്ലാത്ത കുത്തിത്തിരിപ്പ്, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. അത് പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രവർത്തകർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിപ്പം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പം ബോധപൂർവ്വം ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. ആരുടെയും അശ്രദ്ധ കൊണ്ടുണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ തേരിലും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിന്റെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. അപ്പം നമ്മൾ ആളുകളുടെ കാലിലേക്ക് നോക്കി അവർ ചെരുപ്പിട്ടിട്ടുണ്ട്, എന്തെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ ഞാൻ നോക്കിയിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ എന്തിലും നമ്മളിങ്ങനെ വിഷം ചെയ്യാനായിട്ട് നിൽക്കാതെ കാര്യങ്ങളെ പോസിറ്റീവായിട്ടും ഒരു മനുഷ്യത്വപരമായിട്ടും ഒക്കെ സമീപിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിവാദപരമായിട്ടൊക്കെ പറയാനൊക്കെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാവുകയും ചെയ്യും. അവരെ ക്ഷീണിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ടല്ല, പക്ഷെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. നമ്മളെന്തിനാണ് വെറുതെ ഈ പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത്? എന്തായാലും അതാണ് രാഹുലിന്റെ ഒരു ലൈനുള്ളത്. അതായത് വിവാദങ്ങൾക്കല്ല ആളിനപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നേരിട്ട് വോട്ടർമാരെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ EP വിവാദത്തിലും കാര്യമായ പ്രതികരണത്തിന് രാഹുൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. തികാരി പഞ്ചായത്തിലാണ് രാഹുലിന്റെ വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തവരാണ് ചെരുപ്പിട്ട് കൽപ്പാത്തിയിൽ തേര് വലിച്ചതെന്ന് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ആരോപിച്ചു. EP ജയരാജൻ പ്രചാരണത്തിനെത്തുന്നതോടെ CPM-ൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവസാന ഘട്ടത്തിൽ വീട് കയറിയുള്ള പ്രചാരണത്തിലാണ് കൃഷ്ണകുമാർ. BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ രാവിലെ തന്നെ ഗൃഹസമ്പർക്കങ്ങളിലാണ്. നൂറണി ഗ്രാമത്തിലാണുള്ളത്. നഗരസഭയിലെ തന്നെ നൂറണി ഗ്രാമത്തിലെത്തി ഗ്രാമവാസികൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആളുകളെയൊക്കെ കണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നിപ്പോൾ EP ജയരാജനെ പോലുള്ളവരൊക്കെ പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പിനെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. EP എത്തുന്നു. അല്ല, EP വരുന്നത് നല്ലതാ. EP വരണമല്ലോ. EP പറഞ്ഞ കാര്യങ്ങൾ പാലക്കാട്ടുകാർക്ക് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇന്നലെ പ്രസിദ്ധീകരിക്കേണ്ട ഒരു ആത്മകഥ അവസാന നിമിഷം മാറ്റിവെക്കുക, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുക. അപ്പോൾ ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെ ഒരു പ്രൂഫ് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ EP പറഞ്ഞത് സത്യം. EP വക്കീൽ നോട്ടീസ് അയക്കുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് 20-ാം തീയതി വരെ എന്ത് പ്രഹസനം വേണമെങ്കിലും നടത്താമല്ലോ. 20-ാം തീയതി കഴിഞ്ഞാൽ EPക്ക് എതിരായിട്ട് എന്ത് നടപടി വരുമെന്ന് മാത്രമാണല്ലോ നോക്കേണ്ടത്. EPയെ സംബന്ധിച്ചോളം EP പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. കാരണം ഇവിടുത്തെ സാധാരണ പ്രവർത്തകരുടെ വികാരമല്ല അത് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം EP പാലക്കാടേക്ക് വരുന്നു എന്നുള്ളത് അതിനെങ്ങനെ BJP കാണുന്നത്? VS KK രമയെ കാണാൻ പോയതിന് സമാനമാണ്. കാരണം KK രമയെ തെരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ VS പോയി കണ്ടത്. അല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള വരവാണ്. ഒന്നുകൂടി ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് EP വരുന്നത്. EP വരുന്നതോടുകൂടി ഒന്നുകൂടി ഈ വിഷയം ചർച്ചയാവും. അപ്പോൾ ഈ വിഷയം ചർച്ചയാവുന്നത് പാർട്ടിക്ക് ദോഷമാവും, ഇടതുപക്ഷത്തിന് ദോഷമാവും എന്നുള്ളത് EPക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് EP വരുന്നത്. ഇന്നലെ എന്താണ് കൽപ്പാത്തി തേരിനിടയ്ക്ക് ഈ പാദരക്ഷ ധരിച്ചവരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു പ്രസ്താവനയും കണ്ടു. അല്ല, അത് കൽപ്പാത്തി ഞാൻ കുട്ടിക്കാലം മുതൽ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. കാശി വിശ്വനാഥ സ്വാമിയുടെ രഥം വലിക്കുന്ന സമയത്ത് എല്ലാവിധ ആചാരമര്യാദകളും പാലിച്ചുകൊണ്ടാണ് രഥം വലിക്കേണ്ടത്, തേര് വലിക്കേണ്ടത്. ചെരുപ്പ് ധരിക്കാൻ പാടില്ല, വ്രതശുദ്ധിയോടുകൂടിയിട്ട് വലിക്കണം, നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലും അറിയാതെ രഥം വലിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ സ്ഥാനാർത്ഥി ഒക്കെ വലിച്ചു എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു ആരോപണം? അല്ല, ഞാൻ വീഡിയോ ഇതിലാണ് കാണുന്നത്. ഞാൻ രഥം
വലിക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഇതൊന്നും ആര് പാദരക്ഷ ഇട്ടിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നതല്ല. വൈകിട്ട് ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ദൃശ്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെരുപ്പിട്ടിട്ട് രഥം വലിക്കുന്നത്. അത് ഇതിനെക്കുറിച്ച് ഇതിന്റെ ആചാരങ്ങളെക്കുറിച്ചും ഇതിന്റെ രീതികളെക്കുറിച്ചൊന്നും തീർത്തും ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചില ജനങ്ങളൊക്കെയും അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് വലിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ, കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാളും തേര് ചെരുപ്പിട്ടിട്ട് വലിക്കില്ല. ഇവിടെ അഗ്രഹാര നിവാസികളുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കും ഇവിടെ നൂറിനിയിലും തേരെല്ലാം നടക്കുന്നതാണ്. ഇവിടെ ചെരുപ്പ് ധരിച്ചിട്ട് ആരെങ്കിലും തേര് വലിക്കാറുണ്ടോ എന്ന് ചോദിക്കും. വലിക്കാറില്ല. അത് അതിന്റെ ആചാരത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടി, അവസാന 2-3 ദിവസമേ ഉള്ളൂ ഇനിയും പ്രചാരണത്തിന്. എങ്ങനെയാണ് ഇനിയുള്ള ദിവസം? ഞങ്ങൾ വീട് കയറിയിട്ടുള്ള പ്രചരണത്തിന് വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പരമാവധി ആളുകളെ കാണുക. കാരണം കല്യാണത്തിന് വീടുകളിൽ പോയി ക്ഷണിക്കുന്ന പോലെ, ഞാൻ പാലക്കാട്ടുകാരനാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധങ്ങളുള്ള ആയിരക്കണക്കിന് പേരുണ്ട്. അവരെയൊക്കെ നേരിൽ കണ്ട് ഒരു തവണയെങ്കിലും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അത്തരം ആളുകളെ നേരിട്ട് കാണാനുള്ള ശ്രമം. UDF വലിയ കോൺഫിഡൻസിലാണ്, ജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ല, തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പ്രതീക്ഷ നല്ലതാണ്. അത് അവരുടെ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമായി മാറട്ടെ. ഈ വയനാടൊക്കെ എന്താണ് ഇത്രയധികം പോളിംഗ് കുറഞ്ഞ? എന്താണ് BJPക്ക്? രാഹുലിനോടുള്ള എതിർപ്പ്. രാഹുൽ ഗാന്ധി അവിടെ MP ആയിട്ട് 5 വർഷം ഒന്നും ചെയ്തില്ല. വീണ്ടും അവർ തെരഞ്ഞെടുത്തു. അവരെ വഞ്ചിച്ച് രാഹുൽ അവിടുന്ന് പോകുന്നു. രാഹുലിന്റെ സഹോദരി പ്രിയങ്ക അവിടെ വരുന്നു. അപ്പോൾ കോൺഗ്രസിനോടുള്ള പ്രതിഷേധമാണ് വോട്ടെടുപ്പിൽ നിന്ന് അവിടെ ആളുകൾ വിട്ടുനിന്നത്. എന്തായാലും അതാണ് C. കൃഷ്ണകുമാർ പറയുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വീടുകൾ കയറി ആളുകളെ നേരിൽ കണ്ട്, അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ ഒരു കല്യാണത്തിനൊക്കെ വീട്ടിൽ പോയി വിളിക്കുന്നത് പോലെ ഓരോ വീടുകളുമായി പരിചയമുണ്ട്. അങ്ങനെ ആ വീടുകളിലൊക്കെ കയറി വോട്ട് പരമാവധി സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കുക. അതാണ് C. കൃഷ്ണകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചരണ രീതികൾ പാലക്കാട് അങ്ങനെയാണ്. സാരിന്റെയും പൊതുപ്രചരണം അവസാനിച്ചിരുന്നു. ഇനി ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ്. രാഹുലും അത് തന്നെ ചെയ്യുന്നു. റോഡ് ഷോയും പുറത്ത് വലിയ പരിപാടികളും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും മുന്നണികളെല്ലാം ഈ അവസാന ആഴ്ചയിലേക്ക് എത്തുമ്പോൾ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നൂറണിയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന വാർത്തകളിലേക്ക് എത്തും ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. EP ജയരാജൻ പാലക്കാട്ടേക്ക്. LDF സ്ഥാനാർത്ഥി P. സരിനായി വോട്ട് തേടും. പാലക്കാട് LDF ജയം ഉറപ്പെന്ന് ജയരാജൻ. LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ EP പങ്കെടുക്കും. പാലക്കാട്ട് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് റോഡ് ഷോ നടത്തും. LDF നേതാക്കളും പാലക്കാട്ടേക്ക്. BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് AP അനിൽകുമാർ MLA. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. LDFന്റെയും NDAയുടെയും വോട്ടുകളാണ് മുഴുവൻ പോൾ ചെയ്യാത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറഞ്ഞതല്ല പോളിംഗ് ശതമാനത്തെ ബാധിച്ചതെന്നും അനിൽകുമാർ ന്യൂസ് 18നോട്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴി മലയാളപ്പുഴയിലെ പാലക്കാട് പ്രചാരണത്തിനെത്താൻ ചാണ്ടി ഉമ്മനോട് നിർദ്ദേശിച്ച KPCC. പാലക്കാട് നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. ചാണ്ടി ഉമ്മൻ പാലക്കാട് പ്രചാരണത്തിൽ സജീവമല്ലാത്ത സാഹചര്യത്തിലാണ് KPCCയുടെ ഇടപെടൽ. ഡാൻ കൂരിയർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഡാൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയപ്പോഴൊക്കെ ചാണ്ടി ഉമ്മൻ അവിടെ ഇല്ലാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. പിന്നീട് ഈ പ്രധാനമായും ഈ പാലക്കാട് പ്രചാരണത്തിന് സജീവമല്ലാത്തതും ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ച് നമ്മൾ കണ്ടതാണ്. ഇതിന്റെയൊക്കെ അവസാനത്തിലാണ് ഒടുവിൽ ഈ KPCCയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പാലക്കാട് സാക്ഷ്യം
ത്രികോണ മത്സരം നടക്കുന്നത്. ഏത് വിധേയും പാലക്കാട് സീറ്റ് നിലനിർത്തിയ മതിയെ മുമ്പിലാണ് UDF നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പാലക്കാട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണം ആണ് പാലക്കാട് UDF നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിവാദങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ ഒക്കെ ഉണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ സമയത്ത് സ്ഥലം MLA കൂടിയായ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ ഇല്ലാതിരുന്നതൊക്കെ വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ വിശദീകരണവുമായി ചാണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ രംഗത്തെത്തിയിരുന്നെങ്കിലും പാലക്കാട് ഒരിക്കൽ മാത്രമായിരുന്നു ചാണ്ടി ഉമ്മൻ പ്രചാരണത്തിന് പോയത്. പിന്നീട് സജീവമല്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മളോടടക്കം നേരത്തെ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അസാന്നിധ്യം ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി ചാണ്ടി ഉമ്മൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമായി പങ്കെടുക്കണം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് പാലക്കാട് എത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ചാണ്ടി ഉമ്മൻ പാലക്കാട്ട് എത്താനാണ് സാധ്യത. KPCC അധ്യക്ഷൻ തന്നെയാണ് ഇന്ന് ഇരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് അങ്ങനെ അസാന്നിധ്യം മൂലം അത് UDF ക്യാമ്പിനുള്ളിൽ തന്നെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് AP അനിൽകുമാർ MLA. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. LDFന്റെയും NDAയുടെയും വോട്ടുകളാണ് മുഴുവൻ പോൾ ചെയ്യാത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറഞ്ഞതല്ല പോളിംഗ് ശതമാനത്തെ ബാധിച്ചതെന്നും അനിൽകുമാർ ന്യൂസ് 18നോട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതൊക്കെ ഘടകങ്ങളാണ് അങ്ങനെ ഈ സാഹചര്യത്തിലാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് എന്നുള്ള പ്രത്യേകം പരിശോധിക്കണം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് ചിന്തിക്കുന്നേയില്ല. നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അത് തർക്കമില്ല. അതിനകത്ത് ക്രിസ്ത്യൻ വോട്ടുകളുടെ ചോർച്ച എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ വൈസ് ക്രിസ്ത്യൻ വോട്ടുകളുടെ പോപ്പുലേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും കുറഞ്ഞു. എനിക്കും 5-6% വോട്ട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞു. CV അനുമോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രധാനമായും കോൺഗ്രസ് പറയുന്നത് 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉണ്ടാകുമെന്നായിരുന്നു. 5 ലക്ഷമൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 4 ആക്കി കുറച്ചിട്ടുണ്ട്. എന്തായാലും 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. പ്രധാനമായും കോൺഗ്രസ് വോട്ടുകളല്ല പോൾ ചെയ്യപ്പെടാത്തതെന്നും പറയുന്നു. അപ്പോൾ എന്തായിരിക്കും പ്രധാനമായും അനുമോദ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണം വയനാട്ടിൽ? വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് UDF തന്നെയാണ്. കാരണം ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള വലിയ പ്രചരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ UDFനെ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. 5 ലക്ഷത്തിലേറെ വോട്ടുകളെന്ന ഒരു പ്രതീക്ഷയ്ക്ക് UDFന് ബലം നൽകിയിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ കുറവ്, അതുകൊണ്ട് തന്നെ UDFനാണ് വലിയ നിരാശ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം 2019-ലെയും 2024-ലെയും സാഹചര്യമല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്നുള്ളതാണ്. 2019-ൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുന്നു. 2024-ൽ രാജ്യം ആര് ഭരിക്കുമെന്ന് അറിയാത്തൊരു സാഹചര്യം വരും. ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോളിംഗിൻ്റെ സ്വഭാവത്തിലല്ല ഇപ്പോൾ പോളിംഗ് നടന്നിട്ടുള്ളത്. കാരണം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും അത് ഭരണത്തെ മാറ്റം വരുത്തുന്നതോ ഭരണത്തെ സ്വാധീനിക്കുന്നതല്ല. മാത്രമല്ല, ഇവിടെ നിന്ന് ജയിക്കുന്ന സ്ഥാനാർത്ഥി പ്രിയങ്കയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പ്രതിപക്ഷ നിരയിൽ തന്നെയാണ് ചെന്നിരിക്കേണ്ടത്. നേരത്തെ രാഹുലൊക്കെ മത്സരിക്കുമ്പോൾ ഭരണത്തിലേക്ക് എത്തിയാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇത്തവണ അതൊന്നുമില്ലാതെ ഒരു ഫലം എന്തു തന്നെയാണെങ്കിലും അത് പ്രതിപക്ഷ നിരയിലേക്ക് പോയിരിക്കാനാണ് എന്ന കാര്യം വ്യക്തമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു വിലയിരുത്തൽ വോട്ടിങ്ങിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ.
മാത്രമല്ല UDF വലിയ പ്രതീക്ഷ 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയപ്പോൾ ആളുകൾക്കിടയിൽ അത് എന്താണെങ്കിലും ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് നിസ്സംഗത വന്നോ എന്നൊരു സംശയം. അതോടൊപ്പം തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ ആനിരാജയും കെ സുരേന്ദ്രനുമായിരുന്നു എതിർനിരയിലുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രചരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന പ്രചരണത്തെക്കാൾ കാടിളക്കിക്കൊണ്ടുള്ള താഴെത്തട്ടിലിറങ്ങിയിട്ടുള്ള അവരുടെ തന്നെ ഒരു അഭിമാന പോരാട്ടം എന്ന തരത്തിലേക്ക് വലിയ തരത്തിൽ ദേശീയ നേതാക്കളെ എല്ലാം കൊണ്ടുവന്നിറക്കി അത്തരത്തിലൊരു പ്രചരണം. അപ്പോൾ മത്സരത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ LDFന്റെയും UDFന്റെയും NDAയുടെയും ഭാഗത്തുനിന്ന് 2024 പൊതുതിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തരത്തിലൊരു പ്രചരണം ഉണ്ടായിട്ടില്ല. അപ്പോഴും അതും മത്സരത്തിൻ്റെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആണ് UDF പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങളായിട്ട് വിശദീകരിക്കുന്നത്. മറുവശത്ത് LDF ആകട്ടെ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന അവരുടെ വാദം ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ ഒരു തെളിവായിട്ട് വേണം ഈ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ കുറവിനെ കാണുവാനെന്നും NDA ആകട്ടെ വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ അവർ ഉന്നയിച്ച വാദങ്ങളിൽ പല വിഭാഗങ്ങളിലും ഉണ്ടായ വോട്ട് ചോർച്ചയുടെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ പോൾ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ശതമാനത്തിലെ കുറവെന്നുമാണ് വിലയിരുത്തുന്നത്. ഇതിനാണെങ്കിലും പ്രിയങ്കയെ സംബന്ധിച്ച് വലിയ ഒരു വിജയം നേടാനാകുമെന്ന് തന്നെയാണ് UDFന്റെ കണക്കൂട്ടലിൽ. പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട്. അപ്പോൾ ചെയ്തതിൻ്റെ 70% വോട്ടുകൾ UDF നേടുമെന്നൊരു ആത്മവിശ്വാസമാണ് UDF ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. ശരി, സേവ്യാനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ LDFും UDFും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലം നിലനിർത്തുമെന്നും ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും ആവർത്തിക്കുകയാണ് LDF. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും മണ്ഡലം പിടിക്കാനാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. വോട്ട് വീതം ഉയർത്തുമെന്ന് BJPയും വ്യക്തമാക്കുന്നു. MJ മിഥുൻ നൽകും കൂടുതൽ വിവരങ്ങൾ. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിധി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ആര് നേടുമെന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും ഉരുക്കുകോട്ട കാക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണി ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം അട്ടിമറിയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതല്ലേ? ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം. ആർക്കാണ് വിജയമെന്ന് പ്രവചിക്കാനാകാത്ത തരത്തിൽ ചേലക്കരയിൽ ഒരു രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ്. ചേലക്കരയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് CPM നേതാക്കൾ പറയുന്നതനുസരിച്ച് വൻ ഭൂരിപക്ഷം ഉറപ്പെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതായത് 20,000-അടുത്തൊരു ഭൂരിപക്ഷം ലഭിച്ചേക്കാം. പ്രദീപിന്റെ സ്ഥാനാർത്ഥിത്വം അതിന് പ്രധാന ഘടകമായി വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ആ ഒരു മുഖം അത് തന്നെയാണ് ചേലക്കരയിൽ പ്രതിഫലിച്ചത്. ഒപ്പം തന്നെ പാർട്ടി മിഷനറികളെല്ലാം തന്നെ ഒരേപോലെ താഴെത്തട്ടിലടക്കം പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അത് പോൾ ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതും അവർക്കൊരു അനുകൂല ഘടകമായി അവർ കരുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ചേലക്കര ഇടത്തോട്ട് തന്നെ ചരിഞ്ഞിരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് CPM വെച്ചു പുലർത്തുന്നത്. അതേസമയം UDFും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. 5000-ൽ കുറയാത്ത ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പ്രധാനമായും പറയുന്നത് ചേലക്കര, പാഞ്ഞാൾ, പഴയന്നൂർ, തിരുവില്ലാമല, കൊണ്ടാഴി പഞ്ചായത്തുകളിൽ ലീഡ് ഉണ്ടാവും. അത് ലീഡ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പഴയന്നൂരും തിരുവില്ലാമലയും കൊണ്ടാഴിയും 3 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. അവിടെ മേൽക്കി ഉണ്ടാകും. മറ്റ് 2 പഞ്ചായത്തുകൾ ചേലക്കരയും പാഞ്ഞാളും ഭരിക്കുന്നത് CPM ആണ്. പക്ഷേ അവിടെ ഒരു ലീഡ് നില ഉയർത്താൻ ടൗണിലടക്കം ലീഡ് നില ഉയർത്താൻ UDF സ്ഥാനാർത്ഥിക്ക് സാധിക്കും എന്നുള്ളതാണ്. സ്ത്രീ വോട്ടുകൾക്കിടയിൽ വലിയ രീതിയിൽ രമ്യ ഹരിദാസിന് സ്വാധീനം ചെലുത്താൻ ആയിട്ടുണ്ട്. അതൊക്കെ അനുകൂല ഘടകമായി മാറുമെന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വിജയത്തിലേക്ക് ഉള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ പോലും തന്നെ കൂടുതൽ വോട്ട് ഇത്തവണ സമാഹരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരു 10,000-ലധികം വോട്ടുകൾ ഇത്തവണ സമാഹരിക്കാനാകും. അത് ആരുടെ വോട്ട് ബാങ്കിൽ നിന്നാണ് ആ ഒരു കുറവ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നിർണായകമാകാൻ പോകുന്നത് ചേലക്കരയിൽ ആർക്കൊപ്പം നിൽക്കും, അത് ഇടത്തോട്ട് തന്നെ ചരിഞ്ഞു നിൽക്കുമോ അതോ കൈപിടിച്ച് രമ്യക്കൊപ്പം പോകുമോ എന്നുള്ള അടക്കമുള്ള ആകാംക്ഷയാണ് ഇതിനുള്ളത്. എന്തായാലും കാത്തിരിപ്പിന്റെ നാളുകളാണ്. വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ഭവ്യ, MJ മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി പീരുമേട് മരിയഗിരി സ്കൂളിന് മുന്നിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 20-ലധികം കുട്ടികൾക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. കാട്ടാന വരുന്നത് കണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണാൻ സാധിക്കും.
ആന വരുന്നത് കണ്ട് കുട്ടികൾ ഓടുകയാണ്. ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് കാണാൻ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു നടു റോഡാണ്. കുട്ടികൾ സ്കൂളിൽ പോകാനായി ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആന വരുന്നത് കണ്ട് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് വലിയ ദുരന്തം ഉണ്ടായില്ല എന്ന് വളരെ വ്യക്തമായി പറയാം. പ്രിൻസ് ജെയിംസ് നൽകും വിവരങ്ങൾ. പ്രിൻസ്, വളരെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം വലിയ അപകടമൊന്നും ഉണ്ടാവാതെ കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒരു 20ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ഈ ആനയെ കണ്ട് ഓടുകയാണല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? ഭവ്യ, വളരെ ഭയാനകമായ ഒരു സംഭവമാണ് ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ പിരിമേട് മരിയഗിരി സ്കൂളിന് മുമ്പിൽ അരങ്ങേറിയത്. നിരവധി കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു കാട്ടാന സമീപ മേഖലയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് പാഞ്ഞെടുത്തത്. ദേശീയപാത കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാത മുറിച്ചു കടന്നായിരുന്നു കാട്ടാന എത്തിയത്. ഈ ആന എത്തുന്നത് കണ്ട ഉടനെ കുട്ടികൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചിലർ സ്കൂൾ ഗേറ്റിലേക്ക് അകത്തേക്കുമൊക്കെയായി ഓടി രക്ഷപ്പെട്ടു. എന്തായാലും ഈ ആന ഇറങ്ങി വരുന്ന വളരെ വേഗത്തിൽ തന്നെയാണ് ആന ഇറങ്ങി വരുന്നത്. ആ സമയത്ത് നിരവധി വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടന്നുപോയിരുന്നു. വാഹനങ്ങൾ കണ്ട ഉടനെ ആനയുടെ വേഗത അല്പം കുറഞ്ഞു തന്നെയാണ് ഈ കുട്ടികൾക്ക് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ഇടയാക്കിയത്. വലിയ ആശങ്കയെടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ പിരിമേട് മേഖലയിൽ സ്കൂളിന് സമീപത്തായി ഉണ്ടായത്. മുൻപ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. സ്കൂളിന് സമീപത്തേക്കൊന്നും ആന എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വലിയ ആശങ്കയിലുമാണ് പ്രതിയ. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ പ്രിൻസ്? അറിയാൻ സാധിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച്? ഭവ്യ, പിരിമേലിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കാട്ടാനകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ദേശീയപാത അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിന് സമീപ മേഖലകളിലൊന്നും കാട്ടാനകൾ അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഇതുപോലെ പകൽ സമയത്ത് ഒന്നും കാട്ടാനകൾ ഇങ്ങനെ ഈ മേഖലകളിലേക്ക് എത്താറുണ്ടായിരുന്നില്ല. പുലർച്ചെ അതിരാവിലെയൊക്കെ സമീപ മേഖലകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ അടക്കമുള്ള ഈ സമയത്ത് ഈ ഒരു പ്രദേശത്തേക്ക് ആന എത്തുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ ഒരു ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു തീർച്ചയായും പ്രിൻസ്, വലിയ ആശങ്ക തന്നെയാണ്. ചെറിയ കുട്ടികളാണ്, അവർ വല്ലാതെ ഭയപ്പെട്ട് കാണും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ആന കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങോട്ടാണ് അത് പോയത്? അവിടെ കാടാണോ വനപ്രദേശമാണോ? എന്താണ് അവിടെ ആ ഭാഗത്തുള്ളത്? ഭവ്യ, ഈ ആന ഇതിന് ശേഷം സമീപത്തെ യൂക്കാലി പ്ലാന്റേഷൻ മേഖലയിലേക്കാണ് പോയത്. വലിയ ജനവാസ മേഖലയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുടെ കാര്യമില്ല. എന്തായാലും ഈ ആന അതിവേഗതയിൽ തന്നെയാണ് ഈ റോഡിലേക്ക് സമീപത്തേക്ക് വരെ എത്തിയത്. ആ സമയത്ത് നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്തൂടെ കടന്നുപോയിരുന്നു. ആ വാഹനങ്ങൾ കണ്ടതോടെ ആനയുടെ വേഗത അല്പം കുറഞ്ഞത് തന്നെയാണ് ഈ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതും അവർക്ക് ഓടി മാറാൻ സാധിക്കാനൊക്കെ ഇടയാക്കിയത്. എന്തായാലും ഈ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ ഉള്ള പ്രദേശത്തേക്ക് ആന എത്തുന്നത് വലിയ ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കത് കാണാം. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം. ആ വാഹനങ്ങൾ വന്നപ്പോഴാണ് ആനയുടെ വേഗതയൊന്ന് കുറഞ്ഞത്. ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതെ കുട്ടികൾക്ക് അവിടുന്ന് ഓടി മാറാൻ സഹായിച്ചത് തന്നെ വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം വലിയൊരു ആശങ്കയാണ്. കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, അവർ വല്ലാതെ ഭയപ്പെട്ട് കാണും. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി എങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത് CPM നേതാവ് TK ഹംസ വഖഫ് ബോർഡ് ചെയർമാനായപ്പോഴെന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ ചെയർമാനായിരുന്നപ്പോൾ ഒരു നോട്ടീസ് പോലും അയച്ചില്ല. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനോട് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നത്. VS സർക്കാരിന്റെ അതേ നിലപാടാണ് മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനുമെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 2008 കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 9 അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10 ഗവൺമെന്റിന്റെ തീരുമാനം വന്നു തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നാണ് ഓർഡർ വന്നു. പക്ഷെ അന്നും തിരിച്ചു പിടിച്ചില്ല. അതിനെതിരായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 എനിക്ക് സംശയം 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നുണ്ട്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിൽ നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ പെൻഡിങ് അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നു. കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം. അതിന് പരിഗണിച്ചു എന്ന വല്ല ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ എൻ്റെ ശേഷം വന്ന വഖഫ് ബോർഡായിരുന്നു. അത് അംസാക്കായിരുന്നു ചെയർമാൻ. അംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ
ഇറക്കി വിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും. സർക്കാരിന് വിചാരിക്കാം, സർക്കാരിന് ചെയ്യാൻ കഴിയും. സേവി അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, സർക്കാർ വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് ആവർത്തിക്കുകയാണ് ഇവിടെ പ്രധാനമായും ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായി, CPM നേതാവ് ബോർഡ് ചെയർമാനായ വഖഫ് ബോർഡ് ചെയർമാനായ സമയത്താണ് ഇത്തരത്തിലൊരു നോട്ടീസ് അവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾക്ക് അയച്ചത് എന്ന്. അതുമാത്രമല്ല പിന്നെയും പറയുന്നു VS സർക്കാരിന്റെ അതേ നിലപാടാണ് പിണറായി സർക്കാരിനും എന്നാണ് മുനമ്പം വിഷയത്തിൽ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ P. രാജീവ് മിനിസ്റ്റർ, റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡ് മുൻ ചെയർമാനായിരുന്ന സമയത്താണ് ഈ നടപടികൾക്ക് തുടക്കമാകുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹം 2014 മുതൽ 19 വരെയായിരുന്നു വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത്. ആ ഒരു ഘട്ടത്തിലാണ് VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതും വഖഫ് ബോർഡിനോട് മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം വരികയും ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള താമസിച്ചിരുന്ന ആളുകളുടെ സാഹചര്യം കൂടി പരിഗണിച്ച് അതിൽ തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡ് കാലതാമസം എടുത്തി, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് അത് കോടതി ലക്ഷ്യമാണെന്ന തരത്തിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് ആ നിസാർ കമ്മീഷന്റെ നിർദ്ദേശം പരിഗണിക്കേണ്ടി വന്നത്. എന്നാൽ അതൊരു നടപടി എന്ന തരത്തിൽ എടുക്കുകയല്ലാതെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അക്കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം 2019 ശേഷം CK ഹംസ ചെയർമാൻ സ്ഥാനത്ത് വന്നപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചതെന്നും ഇതിൽ തന്റെ ഭാഗത്തു നിന്നും താൻ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തുള്ളപ്പോൾ മുനമ്പത്തുള്ള ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ സർക്കാർ തന്നെയാണ് ഇപ്പോഴും തീരുമാനം എടുക്കേണ്ടത്. അവരെ ഇറക്കിവിടുന്ന, അവിടെ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളെ ഇറക്കിവിടുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കരുതെന്നും ഇതിൽ സംസ്ഥാന സർക്കാർ വിഷയം പരിഹരിക്കാൻ ഇടപെടണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. CVN അനുമോദാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അതേസമയം മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33ാം ദിനത്തിലാണ്. കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ ഇന്ന് മുനമ്പത്തെത്തും. കൊല്ലം രൂപത മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മുനമ്പത്തേക്ക് BMS ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ആജ്ഞ, എന്തായാലും ഇന്നും സമരം തുടരുകയാണ്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നു. പ്രധാനമായും കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ അടക്കം ഇന്നെത്തും. എപ്പോഴത്തേക്കാണ് മന്ത്രി അവിടെ എത്തുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിൽ 10 മണിയോടെ മന്ത്രി എത്തും. അതിനുശേഷം മുനമ്പത്തെ ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ, വീടുകൾ സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം 11 മണിക്കായിരിക്കും കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ ഈ സമര പന്തലിലേക്ക് എത്തുക. മേജർ രവിയും അവരെ അനുഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രൂപതാ ബിഷപ്പ് പോൾ മുല്ലശ്ശേരി സമരപന്തലിൽ ഇന്നെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അതുപോലെ BMSന്റെ മാർച്ച്, ഐക്യദാർഢ്യ മാർച്ചും ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ സമരം 33 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു 20 മുതൽ ഇങ്ങോട്ട് വിവിധ സഭകൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ വിവിധ കോണുകളിൽ നിന്നാകട്ടെ ഈ സമരസമിതിക്ക് ഇതുമായി പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തലശ്ശേരി രൂപതാ ബിഷപ്പ് എത്തിയപ്പോൾ തന്നെ ഇത് സർക്കാരിനെതിരെ, സർക്കാരിനെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്കാണ്, നടപടിയിലേക്കാണ് അദ്ദേഹം കടന്നത്. കാരണം ഇത് 10 മിനിറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാം, 10 മിനിറ്റ് ഇരുന്നാൽ പരിഹരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് 1 മിനിറ്റ് പോലും വേണ്ട എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഈ മേരിക്കുന്ന് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വഖഫ് ബോർഡിന്റെ ഈ 2013 ശേഷമുള്ള അമെന്റ്മെന്റ് അതിന് മുൻകാല പ്രാബല്യത്തോടു കൂടി അതിനെ നടപ്പിലാക്കാനുള്ള അനുമതിയില്ല എന്ന ഹൈക്കോടതി പറഞ്ഞതിൽ കുറച്ച് മുനമ്പമായാലും വയനാടായാലും ചാവക്കാടത്തായാലും പ്രശ്നബാധിത പ്രദേശങ്ങൾ ഇതിനകത്ത് അത് നിയമപരമായി നിലനിൽക്കില്ല എന്നൊരു ആശ്വാസത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യം അടിയന്തരമായി പരിഹരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സമരപന്തലിലുള്ളവർ. കാരണം ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി 2013 നിയമം, അതായത്
വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് 52A സെക്ഷൻ 52A ഭേദഗതിയിലേക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുന്നില്ല. 2013 ശേഷമല്ല അവിടെ പ്രശ്നങ്ങൾ. തീർച്ചയായും വ്യക്തമാണ്. സമയക്കുറവ് മൂലമാണ് ആജ്ഞ ഇടപെടുന്നത്. മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33ാം ദിനത്തിലാണ്. വളരെ വേഗം തിരിച്ചെത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. EP ജയരാജൻ പാലക്കാട്ടേക്ക്. LDF സ്ഥാനാർത്ഥി P സരിനായി വോട്ട് തേടും. പാലക്കാട് LDF ജയം ഉറപ്പെന്ന് ജയരാജൻ. LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ EP പങ്കെടുക്കും. പാലക്കാട്ട് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് റോഡ് ഷോ നടത്തും. LDF നേതാക്കളും പാലക്കാട്ടേക്ക്. BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് AP അനിൽകുമാർ MLA. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. LDFന്റെയും NDAയുടെയും വോട്ടുകളാണ് മുഴുവൻ പോൾ ചെയ്യാത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറഞ്ഞതല്ല പോളിംഗ് ശതമാനത്തെ ബാധിച്ചതെന്നും അനിൽകുമാർ ന്യൂസ് 18നോട്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴി മലയാളപ്പുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്ന്. തെരഞ്ഞെടുപ്പിൽ നിന്നും PP ദിവ്യ വിട്ടുനിൽക്കും. നിയമോപദേശത്തിന്റെ ഭാഗമായാണ് PP ദിവ്യ വിട്ടുനിൽക്കുന്നത്. അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് LDF സ്ഥാനാർത്ഥി. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33ാം ദിനത്തിലേക്ക്. കേന്ദ്രമന്ത്രി ശോഭ കരന്തലാജെ ഇന്ന് മുനമ്പത്തെത്തും. കൊല്ലം രൂപത മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മുനമ്പത്തേക്ക് BMS ഐക്യദാർഢ്യ മാർച്ച് നടത്തും. കുട്ടനാട്ടിലെ CPIMൽ വീണ്ടും പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPIM അംഗങ്ങൾ പാർട്ടി വിട്ട് CPIയിൽ ചേർന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആന്റലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം 297 പേരാണ് കുട്ടനാട്ടിൽ CPIM ബന്ധം ഉപേക്ഷിച്ച് CPIയിൽ ചേർന്നത്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലതവണ CPIM നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഫോർട്ട് കൊച്ചിയിൽ തകർന്നുകിടന്ന ഓടയിൽ വീണ് വിദേശ സഞ്ചാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന ചോദ്യം. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ പെയ്യുമെന്ന് പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ കേന്ദ്രം. ദേശീയ വാർത്തകൾ. CISFന്റെ ആദ്യ വനിതാ ബറ്റാലിയന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. CISFന്റെ ആദ്യ ഓൾ വിമൻ ബറ്റാലിയൻ സ്ഥാപിക്കാൻ മോദി സർക്കാർ അംഗീകാരം നൽകിയതായി അമിത്ഷാ. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആർട്ടിക്കിൾ 370, മുസ്ലിം സംവരണം, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണം. ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്നാലും ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന് അമിത്ഷാ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പരിശോധന. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. പാൽഘറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഷിൻഡെ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. അന്താരാഷ്ട്ര വാർത്തകൾ. ജോ ബൈഡൻ
തിരികെ വാർത്തയിലേക്ക്. അടങ്ങാതെ IAS വിവാദം. പ്രശാന്ത് IASന് മുന്നിൽ ഫയലുകൾ എത്താതിരിക്കാൻ ജയതിലക് IAS ശ്രമിച്ചെന്ന ആരോപണം. സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായി ഡെപ്യൂട്ടി സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിമാരും തനിക്ക് നേരിട്ട് ഫയലുകൾ സമർപ്പിക്കണമെന്ന് ജയതിലക് നിർദ്ദേശം നൽകി. SC/ST വകുപ്പിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴാണ് നിർദ്ദേശം നൽകിയത്. ഈ തസ്തികകൾക്ക് മുകളിലാണ് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്തിന്റെ പദവി. സുപ്രധാന ഫയലുകൾ പ്രശാന്തിന് മുന്നിൽ എത്താതിരിക്കാനായിരുന്നു ശ്രമമെന്നാണ് ആരോപണം. ജയതിലകിന്റെ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18. വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, നടപടി എടുത്തിട്ടും ഈ ചേരിപ്പോര് പടലപ്പിണക്കമൊന്നും അവസാനിച്ചില്ല അല്ലേ? പ്രശാന്ത് കൃത്യമായ നിലപാട് അദ്ദേഹം നേരത്തെ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ്. താൻ നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന കാര്യം. ഇപ്പോൾ ചില രേഖകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ജയതിലകയും പ്രശാന്തും ഒരേ സമയം SC/ST വകുപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രശാന്തിന്റെ മുന്നിലേക്ക് ഫയൽ എത്താതിരിക്കാൻ വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലക് ശ്രമിച്ചു എന്ന് ആരോപിക്കുന്ന കാര്യങ്ങൾ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഉത്തരവ് ജയതിലകിന്റെ ഉത്തരവാണ്. മാർച്ചിൽ 7-ാം തീയതി രേഖപ്പെടുത്തിയുള്ള ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ജയതിലക് സ്പെഷ്യൽ സെക്രട്ടറിയാണ്. സ്പെഷ്യൽ സെക്രട്ടറിയുടെ കൈകളിലേക്ക് എത്താതെ തൊട്ട് താഴത്തെ ഉദ്യോഗസ്ഥർ നേരിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഫയലുകൾ കൈമാറണം, ചില ഫയലുകൾ കൈമാറണം എന്ന കാര്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് അഡീഷണൽ സെക്രട്ടറിയോടും ജോയിന്റ് സെക്രട്ടറിമാരോടുമുള്ള നിർദ്ദേശമാണ്. അതിന് മുകളിലാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്ക് വരുന്നത്. അദ്ദേഹത്തിന് മുന്നിൽ എത്താതെ തനിക്ക് നേരിട്ട് ഫയലുകൾ കൈമാറണം എന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ ഉയരുന്ന ആരോപണം സുപ്രധാന ഫയലുകൾ പ്രശാന്തിന്റെ മുമ്പിൽ എത്താതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം ജയതിലക് നടത്തിയെന്നാണ്. പ്രശാന്തിന്റെ മുന്നിൽ എത്തിയാൽ പ്രശാന്ത് അതിൽ നോട്ട് എഴുതും, അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിൽ കുറിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ അവിടുത്തെ ഒരു മാനുവൽ അത് മറികടന്നുകൊണ്ടുള്ള നീക്കം നടത്തി. മാത്രമല്ല മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ ഫയൽ റൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശമുണ്ട്. അത് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് മാനുവലും ഫയൽ റൂട്ടിംഗ് സിസ്റ്റവും ഇതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ജയതിലകിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് പരാതി നൽകി തന്റെ മുന്നിലേക്ക് ഫയലുകൾ എത്താതിരിക്കാനുള്ള നീക്കം ജയതിലക് നടത്തുന്നു എന്ന നിലയ്ക്കാണ് ഈ പരാതി നൽകിയത്. തന്നെ വകുപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശാന്തിനെ കൃഷി വകുപ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. ഭവ്യ. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ വനം വകുപ്പ് സീപ്ലെയിൻ ഇറങ്ങുന്ന മാട്ടുപ്പെട്ടി ഡാം സ്ഥിരമായി കാട്ടാനകൾ എത്തുന്ന സ്ഥലമാണെന്നും ആനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്നും ഇടുക്കി DFO ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിൽ പറയുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ നീക്കമിടയാക്കുമെന്നും കത്തിലുണ്ട്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, നമുക്കറിയാം അല്ലേ തന്നെ വലിയ രീതിയിൽ കാട്ടാനകളും ഉള്ള ഒരു മേഖലയാണിത്. അവിടേക്ക് ഇപ്പോൾ ഈ സീപ്ലെയിൻ പദ്ധതി കൂടി വരുമ്പോൾ അത് വലിയ പ്രശ്നമാകുമെന്നാണോ വനം വകുപ്പ് പറയുന്നത്? എന്തൊക്കെയാണ് വനം വകുപ്പ് കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? തീർച്ചയായും സീപ്ലെയിൻ പദ്ധതി മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഇടയാക്കുമെന്നാണ് വനംവകുപ്പിന്റെ കത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും മാട്ടുപ്പെട്ടി ജലാശയം, ഇരവികുളം ദേശീയ പാർക്ക്, ഒപ്പം പാമ്പാളം ശോല ദേശീയ പാർക്ക്, ഒപ്പം ആനമണി ശോല ദേശീയ പാർക്ക് എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം കുറിഞ്ഞിമല സാങ്ച്വറിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്യജീവികളുടെ കൂടുതൽ സാന്നിധ്യമുണ്ട്. ആനമണി ശോലയിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രമാണ് ഈ മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കുള്ള എയർ ഡിസ്റ്റൻസ്. അതുകൊണ്ട് പതിവായി ഇവിടെ കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. ഒപ്പം പടയപ്പ അടക്കമുള്ള കാട്ടാനകളൊക്കെ പതിവായി ഇറക്കുന്ന ഒരു മേഖല കൂടിയാണ് മാട്ടുപ്പെട്ടി ജലാശയം. അതോടെ തന്നെ ഒപ്പം തന്നെ മാട്ടുപ്പെട്ടിയോട് ചേർന്ന് കിടക്കുന്ന ഇൻഡോസിസ് പ്രൊജക്ടിന്റെ ഭാഗമായ പുൽമേടുകളിലും പകൽ സമയത്ത് പോലും കാട്ടാനകളെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കിയാൽ മാട്ടുപ്പെട്ടി കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുമ്പോൾ ഇവയ്ക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും ഇവിടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിപ്പിക്കുമെന്നും വനംവകുപ്പിന്റെ കത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്തരം നടപടികൾ എടുക്കുന്നതിന് മുമ്പ് മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ശുപാർശകളും ഒക്കെ ഈ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഭവ്യ. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പൂർണ്ണഭാഗത്ത് വാർത്താരംഭം. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.